പ്രിയപ്പെട്ടവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലായ എസ് വിഷൻ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്നലെ ആഗസ്റ്റ് 15-ന് വളരെ ഗംഭീരമായി, വളരെ ആനന്ദകരമായി, മറ്റേത് രാജ്യങ്ങളെക്കാളും അഭിമാനകരമായ രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. രാജ്യതലസ്ഥാനത്തും ഇന്ത്യയിലുടനീളവും അനേകം ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിയർപ്പും അധ്വാനവും ജീവനും അതോടൊപ്പം തന്നെ അവരുടെ സകലമാന സ്വത്തുക്കളുമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനേകം ആയിരങ്ങളുടെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ഓർമ്മ പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ മഹാത്യാഗത്തിൻ്റെ പരിണിത ഫലമായ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 80ാം ആണ്ടിനെ വളരെ ഗംഭീരമായി ആഘോഷിച്ചപ്പോൾ അതിൽ നമ്മളേവരും കണ്ണികളായി എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് നമുക്ക് ഏവർക്കും അഭിമാനിക്കാനാവുന്ന നിമിഷങ്ങളാണ്, സമയങ്ങളാണ്, മണിക്കൂറുകളാണ്, ദിവസമാണ് ഇന്നലെ കഴിഞ്ഞുപോയത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒട്ടേറെ വിവാദങ്ങൾക്ക് ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെടുന്ന, വ്യത്യസ്ത ജാതിയിൽപ്പെടുന്ന ആ വൈവിധ്യങ്ങളുടെ ആ നിറക്കാഴ്ചകൾക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ചില വിവാദ പ്രസ്താവനകൾ, പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ സംഭവിച്ചു എന്നുള്ളത് തികച്ചും ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിൽ വളരെ പ്രധാനമായി നമ്മുടെ കേരളത്തിൽ സംഭവിച്ച 2 കാര്യങ്ങളാണ് ഞാൻ ആദ്യമായി ഇതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ഒന്നാമതായി എടുത്തു പറയേണ്ട ഒന്ന്, രാഷ്ട്രീയ സ്വയം സേവകിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ പറഞ്ഞ ഒരു പ്രസ്താവന തികച്ചും നിർഭാഗ്യകരമാണ്, നിരുത്തരവാദപരമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണ ചരണങ്ങളോടുകൂടി ആലപിക്കാത്തവർ അമ്മ ആരെന്നറിയാത്തവരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. നിർഭാഗ്യവശാൽ ഇത്തരം വിവരമുള്ള ഒരാളിൽ നിന്നും ഒരു പ്രസ്താവനയുണ്ടാകുക എന്നുള്ളത് തികച്ചും ഖേദകരമായ കാര്യമാണ്, തിരുത്തപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യയുടെ മഹാസ്വാതന്ത്ര്യത്തിൻ്റെ വിപ്ലവ കാഹളം മുഴങ്ങിയപ്പോൾ 1887 മുതൽ ശിപ്പായി ലഹള മുതൽ ഒട്ടനേകം സമര കോലാഹലങ്ങൾക്ക്, സമര പോരാട്ടങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ത്യാഗവും ജീവനും അതോടൊപ്പം തന്നെ അവരുടെ സ്വത്തുമൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ ത്യാഗവും അവരുടെ ജീവിതവും അവരുടെ ജീവനും പോലും ഇല്ലാതാക്കിക്കൊണ്ട് മഹത്തായ ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി നിൽക്കാതെ ഇന്ത്യ വിടുക എന്നുള്ള ഒരു സമരവുമായി ഇന്ത്യയുടെ സമരസേനാനികൾ, സമര പോരാട്ട നായകന്മാർ അത്തരം ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നപ്പോൾ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ഒരു വിഭാഗമാണ് രാഷ്ട്രീയ സ്വയം സേവക എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇന്നത്തെ തീവ്ര ദേശീയ ഫാസിസ്റ്റുകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആ ബഹുസ്വരതയിൽ, ആ വൈവിധ്യത്തിൽ, ഇന്ത്യ എന്ന് പറയുന്ന സുഗന്ധമുള്ള പൂന്തോട്ടത്തിൽ ചില മുള്ളുകൾ പാകുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ ഒരു ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലെ ഗീതം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമം എന്നുള്ള നിലക്ക് അത് പാലിക്കപ്പെടേണ്ടത്, അത് ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയായിരിക്കെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ഇന്ത്യയുടെ അംഗീകരിക്കപ്പെട്ട ഭൂപടവും ഇന്ത്യയുടെ അംഗീകരിക്കപ്പെട്ട ദേശീയ പതാകയും അനാദരിക്കപ്പെടുന്നതിന് സമാനമായ തെറ്റുകൾ ഈ ഇന്ത്യയുടെ ദേശീയ ഗീതവും അനാദരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുമെന്ന നിയമം കൊണ്ടുവന്നെങ്കിലും ഇന്ത്യയിൽ ഒരു മതവിഭാഗീയത വളർത്തിയെടുക്കുകയും ദേശീയ ഗീതത്തിൻ്റെ മറ്റ് ഈരടികളിൽ നിൽക്കുന്ന വരികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്പർദ്ധ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കിടയിലും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കിടയിലുമൊക്കെ ഇന്ത്യയിൽ വളർത്തിക്കൊണ്ട് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ള ദുരുദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വന്ദേമാതരം ഈ വർഷം ചെങ്കോട്ടയിൽ ആദ്യമായി മുഴങ്ങിയത്. ഇന്ത്യയുടെ ദേശീയ പതാക
മുഗള ചക്രവർത്തിയായ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ചെങ്കോട്ടയ്ക്ക് മുകളിൽ ഉയർത്തുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സാദൃശ്യമുള്ള ഒരു കർച്ചീഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ദേശീയ പതാകയുടെ മോഡലിനെ ദേശീയ പതാക ഉയർത്തുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തെറ്റായി അത് വെച്ചിരിക്കുന്നൊരു കാഴ്ച പോലും നമ്മൾ കാണേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ വന്ദേ മാതരം പൂർണ്ണ ചരണങ്ങളോടുകൂടി ആലപിക്കാത്തവർ അമ്മ ആരെന്നറിയാത്തവരാണെന്നുള്ള പ്രസ്താവനയുമായി വരുന്നത്. ഇന്ന് ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദമാണ് തൃശ്ശൂർ മാളയിൽ പ്രവർത്തിക്കുന്ന രാജു ഇൻ്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂളിൽ രാജു ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ സ്കൂളിലെത്താത്ത കുട്ടികൾ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ അയക്കപ്പെട്ട ചില വാർത്തകൾ കൂടി കൂട്ടി വായിക്കപ്പെടുമ്പോൾ തികച്ചും ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. 1937 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും വല്ലഭായ് പട്ടേലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തിരിക്കെ AICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇത് പൂർണ്ണമായി എല്ലാ ചരണങ്ങളും പാടിക്കൊണ്ട് ഈ പരിപാടി നടത്താൻ പിന്നിൽ നിന്നും പ്രവർത്തിച്ച ഈ ദുശക്തികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുകയും ഇനി അങ്ങനെ ആലപിച്ചൊരവസ്ഥയിൽ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ്. അവിടെ പങ്കാളികളായ നേതാക്കന്മാരുടെ കടമയാണ്. അതിൽ അവർക്ക് വീഴ്ച വന്നാൽ അതിൻ്റെ വിശദീകരണം നൽകേണ്ടതും അവരുടെ ബാധ്യതയാണ്. ഒരു കാരണവശാലും ഇന്ത്യയുടെ ഒരു നിയമത്തെ, ഇന്ത്യയുടെ അഖണ്ഡതയെ, ഐക്യത്തെ തകർക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. രാജ്യത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടതുമൊക്കെ ഈ പ്രതിപക്ഷ സംഘടനകളുടെ ബാധ്യതയാണ്. അങ്ങനെ ബാധ്യതയുള്ള സംഘടനകളുടെ ആസ്ഥാനത്ത് പോലും ഇത് അവരറിയാതെ പാടുന്നു എന്ന് പറയുന്നത് ഏത് തരം ബാലിശമായ ന്യായമാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഏതായിരുന്നാൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ഇന്ത്യയുടെ ഈ പൂങ്കാവനത്തിലെ വൈവിധ്യമാർന്ന പൂക്കളുടെ, സുഗന്ധങ്ങളുടെ, ആ സൗന്ദര്യങ്ങളുടെ ആ ശോഭ കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഒരു പൗരനിൽ നിന്നുണ്ടാകാതിരിക്കുകയും ചെയ്യട്ടെ എന്ന എൻ്റെ ഈ ഒരു അഭിപ്രായങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിട്ട് സംവദിക്കാനുള്ള ഈ വേദിയെ ഉപയോഗപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.